സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്ന HIV ബാധിതർക്കുള്ള സാമ്പത്തിക സഹായം ഒരു വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്നു. പ്രതിമാസം ആകെ കിട്ടുന്ന 1000 രൂപയും കുടിശ്ശികയായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ എയ്ഡ്സ് രോഗികൾ. 10 കോടിയിലധികം രൂപയാണ് നിലവിൽ കുടിശ്ശികയായത്. കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് കീഴിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത HIV ബാധിതർക്കാണ് 1000 രൂപ പ്രതിമാസം സഹായധനം നൽകുന്നത്. 10,000-ഓളം രോഗികളാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. 10 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ട്. കാലക്രമേണ തുക കൂട്ടി നൽകിയില്ല എന്ന് മാത്രമല്ല, കുടിശ്ശിക കൂടിയായതോടെ രോഗികൾ മരുന്നും പോഷകാഹാരവും വാങ്ങാൻ ബുദ്ധിമുട്ടുകയാണ്. നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്ന മരുന്നുകൾക്ക് അത് കിട്ടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ട് അതിനുള്ള മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കണം. കാരണം കോളേജിൽ നിന്ന് എല്ലാ മരുന്നുകളും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്കുള്ള മരുന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കണം. നമുക്ക് എഴുതി തരുന്ന നമുക്ക് കോളേജിൽ നിന്ന് എല്ലാം കിട്ടണം നിർബന്ധമില്ല. അത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് പൈസ മുടക്കി തന്നെ വാങ്ങിക്കും. അപ്പോൾ എല്ലാത്ത രീതിയിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും വർധനമാണ്. പക്ഷേ ഇതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ വാങ്ങിക്കുന്ന പറഞ്ഞാൽ ഏകദേശം 2 വർഷമാകുന്ന 2 വർഷമായിട്ടില്ല, അല്ല 2 വർഷമായിട്ടുണ്ട്, 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ 10-12 വർഷമായിട്ടില്ല, 7-8 വർഷം മുതൽ വാങ്ങിക്കുന്ന ആൾക്കാർ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അന്നും ഇത് തന്നെയാണ്, ഇന്നും ഇത് തന്നെയാണ്. സാധാരണ പ്രതിമാസം തുക നൽകുന്ന പതിവില്ലെന്നും രോഗികൾ പറയുന്നു. സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസം വരെയുള്ള തുക മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കുടിശ്ശികയുള്ള കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വിശദീകരണം. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.